കഥയുടെ പേര് സത്യസന്ധനായ ബാലൻ. ഒരു ഗ്രാമത്തിൽ രാമു എന്നൊരു ബാലൻ ഉണ്ടായിരുന്നു. അവൻ വളരെ നല്ല കുട്ടിയായിരുന്നു. അവൻ ഒരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരു പേഴ്സ് കിടക്കുന്നത് കണ്ടു. അവൻ ആ പേഴ്സ് കയ്യിലെടുത്തു. പേഴ്സിൽ കുറച്ച് പണവും ഒരു തിരിച്ചറിയൽ കാർഡും ഉണ്ടായിരുന്നു. അവൻ പണം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചില്ല. കാർഡിലെ വിലാസം നോക്കി പേഴ്സിന്റെ ഉടമയെ കണ്ടെത്തി. അവൻ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകി. പേഴ്സ് നഷ്ടപ്പെട്ട ആളിന് വളരെ സന്തോഷമായി. അദ്ദേഹം രാമുവിനെ അഭിനന്ദിച്ചു. രാമുവിന്റെ സത്യസന്ധതയെ എല്ലാവരും പ്രശംസിച്ചു. അന്നു മുതൽ രാമു എല്ലാവർക്കും ഒരു മാതൃകയായി. ഈ കഥയുടെ ഗുണപാഠം: സത്യസന്ധതയാണ് ഏറ്റവും വലിയ സമ്പത്ത്. കഥയുടെ പേര് കൊക്കിന്റെ കൂട്ടുകാർ. ഒരു വയലിൽ കൃഷിക്കാരൻ വിത്തുകൾ വിതച്ചു. എന്നാൽ ആ കൃഷിക്കാരൻ പ്രാവുകളെ പിടിക്കാനായി വലയും വിരിച്ചിരുന്നു. കൃഷിക്കാരൻ പോയ തക്കത്തിന് പ്രാവുകൾ വിത്തുകളെല്ലാം കൊത്തിത്തിന്നു. അതു കണ്ട് ഒരു കൊക്ക് അവിടെ എത്തി. പ്രാവുകളോട് കൂട്ടും കൂടി കൊക്കു അതുവഴി നടന്നു. വിത്തുകൾ തിന്നാനെത്തിയ പ്രാവുകൾ വലയ്ക്കുള്ളിലായി. പ്രാവുകളുടെ കൂടി നടന്ന കൊക്കും വലയിലായി. കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിന് ഇതുപോലെ കുടുങ്ങേണ്ടി വരും. കൊക്കിന് മനസ്സിലായി. കഥയുടെ പേര് ചിക്കു അണ്ണാന്റെ ബുദ്ധി. ഒരു ദിവസം ബെന്നിക്കരടി വളരെ ദുഃഖിതനായിരുന്നു. അവന്റെ തേൻ എല്ലാ രാത്രിയും കാണാതെ പോകുമായിരുന്നു. അവൻ ചിക്കു അണ്ണാനെ വിളിച്ചു. ദയവായി എന്നെ സഹായിക്കൂ, ബെന്നി അഭ്യർത്ഥിച്ചു. ചിക്കു ഒരു നിമിഷം ആലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി. അവൻ തൻ്റെ സുഹൃത്തുക്കളായ ഉറുമ്പുകളോട് ഒരു കലത്തിനുള്ളിൽ ഒളിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ അവൻ കലം പുറത്തു വച്ചിട്ട് അല്പം തേൻ അതിൻ്റെ അരികിൽ നിലത്ത് ഒഴിച്ചു. അതിനുശേഷം അവൻ ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചു. താമസിയാതെ 2 കുരങ്ങുകൾ അവിടേക്ക് വന്നു. അവർ വെളിയിൽ ഇരുന്ന കലത്തെ കണ്ടു. നമുക്ക് കലത്തിലെ മുഴുവൻ തേനും എടുക്കാം, ഒരാൾ പറഞ്ഞു. അവർ കലം തുറന്ന ഉടനെ ഉറുമ്പുകൾ അവരുടെ ദേഹത്ത് കയറാൻ തുടങ്ങി. അവർ ഭയന്ന് നിലവിളിച്ചു. പെട്ടെന്ന് ചിക്കു അണ്ണാൻ അവിടേക്ക് വന്നു. അവരെ പിടികൂടി. അവർ ചിക്കു അണ്ണാനോട് ക്ഷമ ചോദിച്ചു. ചിക്കു അണ്ണാൻ അവരോട് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾക്കു വേണമെങ്കിൽ ചോദിച്ചു വാങ്ങുക, ചിക്കു അണ്ണാൻ പറഞ്ഞു. അവർ ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. ബെന്നിക്കരടി ചിക്കു അണ്ണാന് നന്ദി പറഞ്ഞു. കഥയുടെ പേര് വികൃതിയായ മിക്കുമുയൽ. മഹാവികൃതിയായ മിക്കുമുയൽ ആരെയും അനുസരിക്കില്ല. ദൂരെയെങ്ങും ഒറ്റയ്ക്ക് പോകരുതെന്ന് അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവനുണ്ടോ അത് വല്ലതും കേൾക്കുന്നു? ഒരു ദിവസം മിക്കു അമ്മ കാണാതെ ഒറ്റയോട്ടം. ഓടി ഓടി അവൻ ഒരു മരച്ചുവട്ടിലെത്തി. മരത്തിനു മുകളിലിരുന്ന് മിട്ടുകുരങ്ങച്ചനെ മിക്കു കണ്ടു. മെട്ടുച്ചേട്ടാ, എന്നെയും മരത്തിൽ കേറ്റാമോ? അവൻ ചോദിച്ചു. മിട്ടു ഒരു സൂത്രക്കാരനായിരുന്നു. മിക്കുവിനെ പറ്റിക്കാൻ ഇതുതന്നെ പറ്റിയ തക്കം. മിട്ടു കരുതി, അതിനെന്താ, ഞാൻ നിന്നെ മരത്തിൽ കേറ്റാമല്ലോ, വേഗം വന്നോളൂ, മിട്ടു വിളിച്ചു.
മിട്ടു മിക്കുവിനെ ഒരുവിധം മരത്തിൽ വലിച്ചു കയറ്റി. മിക്കു മുകളിലെത്തിയ ഉടനെ മിട്ടു എന്തു ചെയ്തെന്നു? അടുത്ത മരത്തിലേക്ക് ഒറ്റച്ചാട്ടം. ഹി ഹി, നീ അവിടെ ഒറ്റയ്ക്കിരുന്നോ, ഞാൻ പോകുന്നു, മിട്ടു പറഞ്ഞു. പാവം മിക്കു മരത്തിലിരുന്ന് കരയാൻ തുടങ്ങി. നീ താഴെ ഇറക്കണേ. അപ്പോഴാണ് ജൂജു ജിറാഫ് അതുവഴി വന്നത്. ജൂജു കഴുത്ത് നീട്ടി മിക്കുവിനെ താഴെ ഇറക്കി. എന്നിട്ട് നേരെ അവന്റെ വീട്ടിൽ എത്തിച്ചു. അമ്മ പറഞ്ഞത് കേൾക്കാതെ പുറത്തു പോയതാണ് കുഴപ്പമായത് മിക്കുവിന് മനസ്സിലായി. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്കും മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാം. നന്ദി.